ഹായ് ഫ്രണ്ട്സ്, ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായി മൈ ക്യൂട്ട് ഐഡൽ ആൻഡ് ആർമി കോൾ. ഓക്കെ, സ്റ്റോറിക്ക് പോയി എൻജോയ് ചെയ്യാം. നമ്മളൊക്കെ തന്നെ ഇതിൻ്റെ പേര് മുംതാസാണ്, സിംഗിളാണ്. നമ്മുടെ കൊറിയൻ ബോയ്, ഇന്ത്യൻ ഗേൾ, കൊറിയൻ ബോയ് എവർക്കെതിരെ ലവ് സ്റ്റോറി ആണ് സ്റ്റാർട്ട്. നമുക്ക് പോയിട്ട് നോക്കാം. മുംതാസ് മുംതാസ് എന്താ ഇനി എന്തോമ്മാ കുറച്ച് ഉറങ്ങുന്നു. മണി 11 എന്താ ഇത്ര നേരം ഉറക്ക? ഓയ് എൻ്റെ ചെല്ലക്കുട്ടി ഉമ്മ, ഞാൻ ഉറങ്ങാണോ? ഞാൻ പിന്നെ എണിക്കാം. പറഞ്ഞേക്ക് മുംതാസ്, നമുക്ക് വെളിയിൽ പോകണോ? ഉമ്മ എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് പോകുന്നില്ല. പറഞ്ഞേക്ക് നമുക്ക് വെളിയിലേക്ക് പോകണം, വാ പറഞ്ഞു ഹീറോയി പറയുന്നത്. നമ്മുടെ ഹീറോയിൻ്റെ പോരാണോ? പറയുന്നു, എന്തിനും പറയുന്നത്, പോവടി ഷോപ്പിംഗ് പോയിട്ട് വരാം എന്ന് പറയുന്നു. നമ്മുടെ ഹീറോയി പറയുന്നു, ശരി ഓക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ കഥനായകി ഇറങ്ങി റെഡിയായി വന്നായിരുന്നു. കുളിച്ച് ഫ്രഷായി റെഡിയായി പോവാ എന്ന് പറഞ്ഞ് ഹീറോയിനെ കറങ്ങാൻ വേണ്ടിയിട്ട് ഹീറോയിൻ്റെ പോരെ പറഞ്ഞ ഇങ്ങനായിട്ട് കാസർഗോഡക്ക് ഷോപ്പിംഗ് പോകാൻ പറയായിരുന്നു. കാസർഗോഡൊക്കെ എന്തിനുമോ ഷോപ്പിംഗ് പോകുന്നത്? പാറടക്ക് മോളെ കാസർഗോഡ്. ഇങ്ങനെ പറ്റുന്ന ഹീറോയിൻ്റെ പോരെ പറഞ്ഞ പച്ചമ്പലത്ത്, അതെ പച്ചമ്പലത്താണ് വീട്. ഹീറോയിൻ അറിയാം, പച്ചമ്പലം പറയാം, തേജ് പറയാം. ഇങ്ങനെ ഹീറോയിൻ അങ്ങനെ ഇറങ്ങി പോയിരുന്നു. ഹീറോയിൻ പറഞ്ഞു, കാസർഗോഡൊക്കെ എന്തിനമ്മ പോകുന്നത് എന്ന് പറഞ്ഞ് കാസർഗോഡക്ക് പോയതാ. അതെ കാസർഗോഡക്ക് പോകാൻ പറയായിരുന്നു. കാസർഗോഡൊക്കെ എന്തിനാ പോകുന്നത് എന്ന് ചുമ്മാ വെറുതെ ചോദിച്ചതാ. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു, ഈ ഉമ്മക്ക് വേറെ പണില്ല. അങ്ങനെയായിട്ട് ഹീറോ റെഡിയായിട്ട് ചുമ്മാ വെറുതെ പോവാൻ പറഞ്ഞിട്ട് ഹീറോയിൻ ഷോപ്പിംഗ് കറങ്ങാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അപ്പോഴാണ് കറങ്ങാൻ പോയപ്പോൾ ഹീറോയ്ക്ക് പ്ലേസ് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. നിറയെ ഷോപ്പിംഗ് ചെയ്ത് വന്നായിരുന്നു. അപ്പോഴാണ് ഹീറോയ്ക്ക് ഉപ്പലത്ത് നല്ല ഷോപ്പ് ഒരു ഗേൾ കിട്ടിയായിരുന്നു. ഹായ് ഗേൾ ഷോപ്പ് കണ്ടായിരുന്നു, നന്നായിട്ടുണ്ടല്ലോ ഷോപ്പ്, പുതിയ ഷോപ്പാണ് എന്ന് ജോബ് കിട്ടുന്നത്. എന്താ ഇത് പുതിയ ഷോപ്പാണ്? അതൊരു ഷോപ്പായിരുന്നു. ഷോപ്പ് ഒരു ഗേളായിരുന്നു കൊടുക്കുന്നത്. എൻ്റെ പേര് ഇതാണെന്ന് പറയായിരുന്നു. എൻ്റെ പേര് ഫാത്തിമ എന്ന്. ഹായ് ഫാത്തിമ, ഓക്കെ എൻ്റെ കമ്പനി ജോലി നിങ്ങൾ വന്നോ എന്ന് പറയായിരുന്നു. എന്നിട്ട് അതിഥി കൊടുത്തായിരുന്നു. അതിഥി പറയുന്നത് അതിഥിയോട് സംസാരിക്കായിരുന്നു. എന്താ നിങ്ങൾ ജോബ് ചെയ്യുന്നതാ? നിങ്ങൾ ഒറ്റയ്ക്ക് ജോബ് ചെയ്തത്? ഞാൻ ഒറ്റയ്ക്ക് ജോബ് ചെയ്യുന്നതാ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും കൂടെ ജോയിൻ ചെയ്യട്ടെ എന്ന് അതിഥിയോട് ചോദിച്ചാൽ അതിഥി ഓക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്തോ, എനിക്ക് ജോബ് വേണമായിരുന്നു. ശരി ഞാൻ കൂടെ കൂടാതെന്ന് പറയുന്നു. അതിഥി ശരി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാ. ദീദി ഓക്കെ ഞാൻ കൂടാതെ പറയുന്നു. അതിഥി ഓക്കെ എന്ന് പറയായിരുന്നു. രണ്ടുപേരും ഫ്രണ്ടായി ഫോൺ നമ്പർ വാങ്ങിയായിരുന്നു. അങ്ങനെ നാളെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഹീറോയി പോയായിരുന്നു. അതായിട്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ആ പ്ലേസ് ജോയിൻ ചെയ്തായിരുന്നു ഹീറോയി. ഞാൻ നാളെ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് പോയത് ഹീറോയി ഹാപ്പിയായിട്ട്. അത് പറഞ്ഞ് അത് ഉപ്പലത്താണ്. അത് ഹീറോയി കണ്ടത് ഉപ്പലത്താണ് മീറ്റ് ചെയ്തത്. അത് ഉപ്പലത്താണ്. ഹീറോയി ജോലിയായിട്ട് ഫ്രണ്ട്സ് ഹാപ്പി സംസാരിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് ആ ഷോപ്പിക്ക് പോയിരുന്നു. ഷോപ്പിനുള്ളിൽ പറഞ്ഞ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ആ ഷോപ്പിക്ക് ഇങ്ങനെ ഹീറോയി പോയി വരുന്നെന്ന് ഹീറോയിന് മമ്മി ഡ്രോപ്പ് ചെയ്യാൻ. അങ്ങനെയായിട്ട് ഹീറോയി പോയോണ്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഷോപ്പിൽ ഹീറോയി ജോബ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ദീദി പറയുന്നു, എന്താ ദീദി പറയുന്നത്? ഈ ഷോപ്പ് കുറച്ച് റൺ ചെയ്യുന്നില്ല. ദീദി റൺ ചെയ്യാം, നമുക്ക് ഷോപ്പിൽ കുറച്ച് ബേറ്റ് മാറ്റാം എന്ന് പറഞ്ഞാൽ ദീദി പറഞ്ഞു ബ്യൂട്ടി പഠിച്ചതാണ് ഞാൻ, ബ്യൂട്ടീൻ്റെ അത് കുറച്ച് ദീദി ഹെൽത്തിൻ്റെ ഇതാണ് ചെയ്യാം. ആ ദീദി പറഞ്ഞു ഒരു ഹീറോയിൻ നിറയെ ഐഡിയ കുറഞ്ഞു കൊടുത്തു. ശരി ഓക്കെ എന്നാണ്. അയാളുടെ ബിസിനസ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ആ ദീദി പറഞ്ഞു നന്നായിട്ടുണ്ട് ബിസിനസ്, ശരി ഓക്കെ എന്നാണ് ദീദി പറയായിരുന്നു. അങ്ങനെയായിട്ട് രണ്ടുപേരും ഫ്രണ്ട്സ് മാതിരിയായിരുന്നു. അതുകൊണ്ട് ഹീറോ എപ്പോൾ കൂടെ ഹീറോ എപ്പോഴും ദിവസം പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് ആ ദീദി പറയായിരുന്നു, ഞാൻ യൂട്യൂബേഴ്സ് അത് ഇതെല്ലാം ചെയ്തത്. ഹീറോയ്ക്ക് ചെയ്തിട്ട് കൂടെ ചുമ്മാ നമുക്ക് ഈ പ്ലേസിൽ പോയിട്ട് വരാം. ഹീറോയിനോട് പറയുന്നത്. ഹീറോയ്ക്ക് ദീദി ഞാൻ കൂടെ വരാം, വാമത്ത് പോയിട്ട് വരാം. എൻ്റെ ഉമ്മ വരാം, എൻ്റെ ഉമ്മ ഞാൻ എല്ലാവരും ഒറ്റയ്ക്ക് ഉമ്മനെ വിട്ടാൽ പാപം ഒറ്റയ്ക്ക്. ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയിൻ ദീദി പറയാം, ഫാത്തിമ ദീദി വിളിച്ചാണ് ഹീറോയിനെ കാർ ധരിച്ചത്. ഭയങ്കര ഹാപ്പി ആയിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ആ ദീദിക്ക് പറഞ്ഞാൽ ആ ദീദി നല്ല ക്യാരിങ് സ്വീറ്റ് ദീദിക്ക്. അങ്ങനെ ഹീറോയ്ക്ക് ആ പ്ലേസ് ഏറ്റവും ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ദീദി പറയായിരുന്നു പറഞ്ഞൊക്കെ ഷോപ്പിന് ഇറങ്ങാമെന്ന് പറഞ്ഞ് ആ പ്ലേസ് ഇറങ്ങി നന്നായിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങിയായിരുന്നു. നന്നായിട്ടുണ്ട് ദീദി പ്ലേസ്, അതെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും ആ പ്ലേസിൽ നോക്കായിരുന്നു. അവിടെ ഒരു ബോയ് ഒരു മാസ്ക് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടങ്ങായിരുന്നു. അതൊരു വലിയൊരു പ്ലേസാണ്. അത്
അതൊരു അപ്പോൾ പറഞ്ഞ കാസർഗോഡ് ഇത് പറഞ്ഞ ഒരു വലിയ സ്റ്റേജ് മതി അവിടെ ഉള്ളതാ. അവിടെ ഒരു ബോയ് വലിയ ഇങ്ങോട്ട് പറഞ്ഞ അത് റെയിൽ സ്റ്റേഷനാണ്. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് അല്ല റെയിൽ സ്റ്റേഷനല്ല എയർപോർട്ട് അതായത് കാസർഗോഡ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ശരി ഓക്കെ കാസർഗോഡ് അല്ല ഓക്കെ ഓക്കെ എവിടെ കാസർഗോഡ് എന്ന് പറഞ്ഞ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഡൽഹിക്കാണ് ഹീറോയി പോയത്. ഹീറോയും പിന്നെ മുംബൈ ഡൽഹിക്കാണ് ഹീറോയും പിന്നെ അതീതി കൂടെ പോയത്. അതീതി പറയുന്നത് ഇവിടെ എൻ്റെ ഫ്രണ്ടുണ്ട് അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഡൽഹിക്കാണ് ഹീറോയും വന്നത്. അതായത് ഫ്രണ്ട് വന്നിരുന്നു. ഫ്രണ്ടിൻ്റെ പേരാണ് നുഹാര പറയുന്നു. എന്താ പറ്റി? ഒന്നുമില്ല നുഹാര, അവിടെ ചെറിയൊരു പ്രശ്നം. നുഹാര പറഞ്ഞ അതീതിൻ്റെ ഫ്രണ്ട് മാത്രമാണ് സീനിയർ. അതൊരു പോലീസാണ്, IPS ആണ്. ഹായ് നുഹര എങ്ങനെയുണ്ട്? എന്നെങ്കിലടി പ്രശ്നമൊന്നുമില്ല. അവരൊന്ന് സംസാരിക്കാൻ അവിടെ ഹീറോ എയർപോർട്ടിലാണ്. നുഹര അതിൽ പറയുന്നു വാ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഒരു ഫ്ലൈറ്റ് ഒരു പ്രശ്നമായിരുന്നു. ഫ്ലൈറ്റ് എന്ത് പറ്റിയ നുഹര പറയുന്നു വാ എൻ്റെ കൂടെ വാ നമ്മൾ ചുമ്മാ പോയിട്ട് വരാമെന്ന്. അല്ല എയർപോർട്ടിൽ നിന്ന് സംസാരിക്കുകയാണ്. അവിടെ നമ്മൾ ഹീറോ ഇരുന്നിട്ട് നോക്കുമായിരുന്നു. അവിടെ ഒരു ബോയ് വന്നായിരുന്നു. ഇത് എവിടെയാണെന്ന് കേൾക്കായിരുന്നു. ഫ്ലൈറ്റ് സ്റ്റോപ്പായിരുന്നു. വി ഇറങ്ങി വന്നായിരുന്നു. ഇത് ഇറങ്ങി വരുന്നുണ്ട്. വി വെച്ചൊക്കെ ഞാൻ എന്താ ചെയ്യാതെ വി ഇറങ്ങി വന്ന് കേൾക്കായിരുന്നു. ഹീറോയിനെ കണ്ടായിരുന്നു. അത് ആ മാസ്ക് ഇട്ട ബോയ് അത് വി ആയിരുന്നു. വി വന്ന് ഹീറോയിൻ്റെ കേൾക്കായിരുന്നു. ഹീറോയ്ക്ക് വീനെ കണ്ട ഒരു ഷാക്കായിരുന്നു. ഇരിക്കും ടൈമാണല്ലോ ഇരിക്കാട്ട പാടില്ല. ഹലോ എന്താ സാർ വേണോ? ഇല്ല എനിക്ക് ഫോൺ ചെയ്യണം എന്ന് പറയായിരുന്നു. ഇന്ന ഫോണും എന്നെ വിക്ക് കൊടുത്തായിരുന്നു. അതെ ഹീറോയി പറഞ്ഞു റീചാർജ് ഫുൾ അൻറ്റിമേറ്ററി അല്ലെ റീചാർജ് നന്നായിട്ട് റീചാർജ് ചെയ്ത് വി ഹലോ എവിടെയാടാ വി ഉള്ളത്? ഞാനിപ്പോൾ എയർപോർട്ടിലാണ് ഉള്ളത്. നിങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളത്? വി ഇവിടേക്ക് വാ എന്ന് പറയുന്നു. വി മാത്രം കുറച്ച് ലേറ്റായി വന്നു. വി കുറച്ച് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് വി കുറച്ച് ലേറ്റായി വന്നതാണ്. ശരി ഓക്കെ എന്നാൽ ഹീറോയിനോട് പറയാമായിരുന്നു ഈ പ്ലേസിലേക്ക് പോകണോ അതെവിടെയാണ്? വി ആയിരുന്നു. ശരി എൻ്റെ കൂടെ വാ. അങ്ങനെ ഹീറോയിൽ പോയിട്ട് ആ ദീദിയോട് പറയുന്നു ഇവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണമെന്ന്. ഇവരെ എനിക്ക് അറിയോ എന്ന് പറയുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിട്ട് ഹീറോയി ആ ദീദി പറഞ്ഞു നിങ്ങൾ പോയിക്കോ എന്ന് പറയുന്നു. ആ ദീദി ഹീറോയി ശരി ഓക്കെ എന്ന് പറയുന്നു.